ഇന്ന് ഒക്ടോബർ 16. ചരിത്രത്തിൽ ഓർക്കപ്പെടുന്ന ഒരു ദിവസം. 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പും 50 വർഷങ്ങൾക്ക് മുമ്പും ഈ ദിനം ലോകത്തെ മാറ്റിമറിച്ച സംഭവങ്ങൾക്ക് സാക്ഷിയായി. ഒരു 1962 ഒക്ടോബർ 16 ലോകം ആണവ യുദ്ധത്തിന്റെ വക്കിൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡി രഹസ്യമായ എയർ റിക്കോണൈസൻസ് ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ക്യൂബയിൽ സോവിയറ്റ് ആണവ മിസൈലുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അദ്ദേഹത്തെ ഞെട്ടിച്ചു. അടുത്ത 13 ദിവസങ്ങൾ ലോകം മുഴുവൻ ഉത്കണ്ഠയിലായിരുന്നു. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നേരിട്ട ആ വലിയ ഏറ്റുമുട്ടൽ ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന പേരിൽ ചരിത്രത്തിൽ പതിഞ്ഞു. ഓരോ നിമിഷവും ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ഭയത്തിൽ ലോകം വിറച്ചു. എന്നാൽ നയതന്ത്രം വിജയിച്ചു. ഇരുവശങ്ങളും പിൻവാങ്ങി. ലോകം ഒരു വട്ടം കൂടി സമാധാനത്തിലേക്ക് തിരിച്ചെത്താം. അതുപോലെ തന്നെ 100 കണക്കിന് വർഷങ്ങൾ മുമ്പ് 1758 ഒക്ടോബർ 16 ഒരു പുതുജീവൻ ലഭിച്ചു ഭാഷയ്ക്ക് തന്നെ. ആ ദിവസം ജനിച്ചു നോഹ വെബ്സ്റ്റർ, അമേരിക്കൻ നിഘണ്ടുവിന്റെ പിതാവ്. അദ്ദേഹം എഴുതി, ഭാഷ മാത്രം വാക്കുകളല്ല, അത് ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവാണ്. അദ്ദേഹത്തിന്റെ നിഘണ്ടു വാക്കുകളെ മാത്രമല്ല, അമേരിക്കയുടെ തിരിച്ചറിവിനെയും രൂപപ്പെടുത്തി. ഇന്ന് പോലും അദ്ദേഹത്തിന്റെ ജന്മദിനം ഡിക്ഷണറി ഡേ ആയി ആഘോഷിക്കുന്നു. ഒക്ടോബർ 16 ഒരു ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ചരിത്രം എപ്പോഴും ജീവിക്കുന്നു. അതിന്റെ ഓരോ നിമിഷവും ഇന്നത്തെ ലോകത്തെ രൂപപ്പെടുത്തുന്നു. ഇത് ആയിരുന്നു ഇന്ന് ചരിത്രത്തിൽ അവതരിപ്പിച്ചത് AR വ്ലോഗ്സ് DXB. ലോക ചരിത്രത്തിലെ മറഞ്ഞ നിമിഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.